ഹലോ ഡിയേഴ്സ്, പരീക്ഷയ്ക്ക് സ്ഥിരം 5 മാർക്കിന് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 9 എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പരീക്ഷയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അതുപോലെ തൊട്ട് മുമ്പുള്ള എല്ലാ ദിവസങ്ങളിലും 7:30 മാരത്തോൺ ലൈവുകളും നിങ്ങൾക്കായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ലൈവുകൾ മാത്രം മതി. സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മാത്സിൽ 80 തന്നെ ഉറപ്പിക്കാം. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ, ഒരു 2 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണോടാ? റെഡി ആണല്ലോ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ചോദ്യത്തിൽ ആദ്യം പറയുന്നുണ്ട് 2 ഡിജിറ്റ് നമ്പറിലെ അക്കങ്ങൾ കൂട്ടിയാൽ 11 ആണ്. അക്കങ്ങൾ കൂട്ടിയാൽ 11 ആണ്. സോ 2 ഡിജിറ്റ് നമ്പർ നിങ്ങൾ ആദ്യം അറിയേണ്ടത്, ഇപ്പൊ 82 എന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അതിന് 2 അക്കങ്ങളുണ്ട് അല്ലേ? 2 അക്കങ്ങളുണ്ട്. അതിനെങ്ങനെ എഴുതാം? ശരിക്കും അതിനെ 10 × 8 + 2 എന്ന് എഴുതാം. 10 × 8 + 2 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഈ അക്കങ്ങൾ കൂട്ടിയാൽ എന്താ കിട്ടുന്നത്? 8ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞ 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയാ? അക്കങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടണം? അക്കങ്ങൾ കൂട്ടിയാൽ 11 കിട്ടണം. അക്കങ്ങൾ കൂട്ടിയാൽ 11 കിട്ടണം. ഇപ്പൊ 65നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 6 + 5 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 10 × 6 + 5. ഇവിടെ 6ഉം 5ഉം കൂട്ടിയാൽ എത്രയാ? 11 ആണ്. 11. ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 10x + y. അതിലെ അക്കങ്ങള് എക്സും വൈയുമാണ്. 2 അക്കങ്ങളുണ്ട്. ഒരക്കം എക്സ് ആണ്. 10ന്റെ സ്ഥാനത്തുള്ള അക്കം എക്സ് ആണ്, മറ്റേത് വൈ ആണ്. ഇപ്പൊ 65 ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? 10 × 6 + 5 എന്ന് എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 48 ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? 10 × 4 + 8 എന്ന് എഴുതാം. ഇനി ഈ അക്കങ്ങൾ തിരിച്ചിട്ടാലോ? 65നെ തിരിച്ചിട്ടാൽ അത് 56 ആകും. ശരിയല്ലേ? 65നെ തിരിച്ചിട്ടാൽ 56 ആകും. അതിനെങ്ങനെ എഴുതാം? 10 × 5 + 6 എന്ന് എഴുതാം. 48നെ തിരിച്ചിട്ടാൽ 84 ആകും. അതിനെങ്ങനെ എഴുതാം? 10 × 8 + 4 എന്ന് എഴുതാം. ശരിയാണോ? അപ്പൊ ഈ 10x + y, അതായത് എക്സ് വൈ എന്നുള്ള നമ്പർ ആണ് 10x + y നമ്മൾ എഴുതുന്നത്. എക്സ് ആണ് 10ന്റെ സ്ഥാനത്തുള്ള അക്കം, y ആണ് 1ന്റെ സ്ഥാനത്തുള്ള അക്കം. ഇത് തിരിച്ചിട്ട് yx എന്നാണെങ്കിൽ എങ്ങനെ എഴുതാം? മക്കൾ മനസ്സിലാക്കുക. തിരിച്ചിട്ടാൽ എങ്ങനെ എഴുതാം? 10x + y. തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പർ ഏതാ? ഏതായിരിക്കും? 10y + x ആയിരിക്കും. ഏതായിരിക്കും? 10y + x ആയിരിക്കും. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പർ ഏതാ? 10y + x. ശരിക്കുള്ള നമ്പർ ഏതാ? 10x + y. ഇത് പഠിച്ചാൽ മതി. എങ്കിൽ ബാക്കി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ അക്കങ്ങൾ ഏതൊക്കെയാ? എക്സും വൈയും. ഏതൊക്കെയാ? എക്സും വൈയും കൂട്ടിയാൽ 11 ആണ് എന്ന് ചോദ്യം തന്നെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഇക്വേഷൻ റെഡി. ഫസ്റ്റ് ഇക്വേഷൻ ചോദ്യത്തിന് തന്നെ കിട്ടി. ഇനി അക്കങ്ങള് പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ. The number got by interchanging the digits is 27 more than the original number എന്നാ പറയുന്നത്. ശരിക്കുള്ള നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. ഓക്കെ. നമ്പറുകൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന നമ്പർ ഏതാണ്? അക്കങ്ങൾ പരസ്പരം തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പർ 10y + x ആണ്. അത് ശരിക്കുള്ള നമ്പറിനേക്കാൾ എത്ര കൂടുതലാ? 27 കൂടുതലാ. എത്ര കൂടുതലാ? 27 കൂടുതലാ. അതായത് ശരിക്കുള്ള നമ്പർ അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പറിൽ നിന്ന് കുറച്ചാൽ 27 കിട്ടും അല്ലേ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ 27 കിട്ടും. ഓക്കെ ആണോ? അക്കങ്ങൾ പരസ്പരം മാറ്റിയിട്ടാൽ കിട്ടുന്ന നമ്പർ ഏതാണ്? 10y + x. ശരിക്കുള്ള നമ്പർ ഏതാണ്? ശരിക്കുള്ള നമ്പർ 10x + y. സോ 10y + x ൽ നിന്ന് 10x + y കുറച്ചാൽ 27 കിട്ടും. ഓക്കെ ആണ്. ഇനി നോക്കിക്കോ, 10y + x ബ്രാക്കറ്റിൽ നിന്ന് തുറക്കാണ്. 10y + x. അതിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്? 10x + y. ബ്രാക്കറ്റിന്റെ പുറത്ത് എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എന്താണെന്ന് അറിയോ? ബ്രാക്കറ്റ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ബ്രാക്കറ്റിന്റെ അകത്തുള്ള എല്ലാരെയും ചിഹ്നം മാറും. 10x എന്താകും? -10x ആകും. +y എന്താകും? -y ആകും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. 27. ഓക്കെ ആണല്ലോ? സെറ്റ്. ഇനി നോക്കിക്കോ, ഇനി ശ്രദ്ധിച്ച് നോക്കണേ. 10y ൽ നിന്ന് ഞാൻ y കുറച്ചാൽ എനിക്ക് എന്താ കിട്ടാ സാറേ? 9y. ശരിയല്ലേ? ശരിയാണ്.
ഇനി എക്സിൽ നിന്ന് നോക്കണേ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എക്സിൽ നിന്ന് 10x കുറയ്ക്കണം. നോക്കിക്കോ, എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 10x കുറയ്ക്കണം. അതെങ്ങനെയാ സാറേ കുറയ്ക്കുക? നിങ്ങൾക്ക് 10x x കുറച്ചാൽ എത്ര കിട്ടുക? 10x x കുറച്ചാൽ 9x ആ സാറേ കിട്ടുക അല്ലേ? 10x x കുറച്ചാൽ എത്രയാ? 9x. 10x മുന്നിലുള്ള ചിഹ്നം ഏതാ? മൈനസ്. ആ മൈനസ് ഇവിടെ ഇടാം. x 10x കുറച്ചാൽ മൈനസ് 9x. x 10x കുറച്ചാൽ മൈനസ് 9x. 10x x കുറച്ചാൽ 9x. x 10x കുറച്ചാൽ മൈനസ് 9x. സിമ്പിൾ. സോ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 27 ആണ്. ഇനി നോക്ക്, വൈന്റെ മുന്നിലുള്ള നമ്പർ നോക്ക്, 9 ആണ്. ഇവിടെ 9, 27. ഇത് മൂന്നും 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ആണ്. ഇതിനൊക്കെ 9 കൊണ്ട് ഹരിക്കാമല്ലോ. ഇതിനെ ഞാൻ 9 കൊണ്ട് ഹരിക്കുന്നു, ഇതിനെ 9 കൊണ്ട് ഹരിക്കുന്നു, ഇതിനെ 9 കൊണ്ട് ഹരിക്കുന്നു. ചെയ്താൽ എന്ത് കിട്ടും? y മൈനസ് എക്സ്. y മൈനസ് എക്സ് എത്രയാ? 27 9 കൊണ്ട് ഹരിച്ചാൽ 3. ശരിയാണോ? y മൈനസ് എക്സ് നോക്കണേ, y മൈനസ് എക്സ് 3 ആണ്. വൈയും എക്സും കൂട്ടിയാൽ എത്രയാ? വൈയും എക്സും കൂട്ടിയാൽ 11 ആണ്. വൈയും എക്സും കൂട്ടിയാൽ 11 ആണ്. ആണല്ലോ? സിമ്പിൾ. ഇനി നോക്കിക്കോ, ഇവിടെ മൈനസ് എക്സ്, ഇവിടെ പ്ലസ് എക്സ്. ചിഹ്നം ഡിഫറെന്റ് അല്ലേ? പരസ്പരം കൂട്ടിക്കോ. വൈയും കൂട്ടിയാൽ 2y. 3ഉം 11ഉം കൂട്ടിയാൽ 14. എക്സ് പോയി. മൈനസ് എക്സ് പ്ലസ് എക്സ് 0 ആയി പോയി. ഓക്കെ, 0 ആയി പോയി. 2y 14. അങ്ങനെയാണെങ്കിൽ y എത്രയാ മക്കളെ? y 7 ആണ്. എടാ, 7നോട് ഏത് നമ്പർ കൂട്ടിയാലാ 11 കിട്ടുക? നിങ്ങൾക്കറിയാം, y പ്ലസ് എക്സ് 11 ആണ്. അതായത് 7നോട് x കൂട്ടിയാൽ 11 കിട്ടും. 7നോട് ഏത് നമ്പർ കൂട്ടിയാലാ 11 കിട്ടുക? 7നോട് ഏത് നമ്പർ കൂട്ടിയാലാ 11 കിട്ടുക? 4. ഏതാ? 4. നിങ്ങൾ നോക്കിക്കോ, നമ്പർ ഏതാ? നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 47. ഏതാ നമ്പർ? 47. അതിനെ തിരിച്ചിട്ടാൽ ഏതാ നമ്പർ കിട്ടുക? തിരിച്ചിട്ടാൽ 74. 74 47 മക്കൾ കുറച്ച് നോക്ക്, ആൻസർ കിട്ടും 27. ശരിയല്ലേ? നമ്മുടെ ക്ലൂ ഒക്കെ കറക്റ്റ് അല്ലേ? നമ്മളോട് പറഞ്ഞത് എന്താ? 2 അക്ക സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടും? 11 കിട്ടും. അക്കങ്ങൾ കൂട്ടിയാൽ 11 കിട്ടും. അതുപോലെ തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ ഒറിജിനൽ നമ്പറിനേക്കാൾ എത്ര കൂടുതലാ? 27 കൂടുതലാ. ശരിയല്ലേ? ശരിയാണ്. സോ നമ്മളുടെ ആൻസർ കിട്ടി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു, 5 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.